പ്രാർത്ഥന എന്നത് ദൈവത്തോടുള്ള യാചനയാണ്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഈ പ്രാർത്ഥന നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തേത് there's intercession prayer. മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. So intercession prayer is absolutely perfect. Okay, it's perfectly all right. നമുക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി ഇൻറ്റർസീഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കും. ദേശങ്ങൾക്ക് വേണ്ടിയും അധികാരികൾക്ക് വേണ്ടിയും ഭവനത്തിലുള്ളവർക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അനേകം വ്യക്തികളുടെ വിടുതലിന് വേണ്ടിയും അവരുടെ സാൽവേഷന് വേണ്ടിയും ഒക്കെ ഇൻറ്റർസീഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഡെലിവറൻസ് പ്രെയർ, ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചെടുക്കുന്ന പ്രാർത്ഥന. അതായത് വിടുതലിൻ്റെ കമാൻഡിങ് ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെ ഒരു പൈശാചിക തലത്തെ അറ്റാക്ക് ചെയ്യുന്ന പോലുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വാർഫെയർ പ്രെയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാർഫെയർ പ്രെയർ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? വി നീഡ് എ കവറിങ്. കാരണം നമ്മളൊരു ആത്മീയ യുദ്ധമാണ് ചെയ്യുന്നത്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? ആത്മീയ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ആത്മീയ ആയുധങ്ങൾ ധരിക്കണം. അപ്പോൾ ആത്മീയ ആയുധങ്ങളില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ കവറിങ് ഇല്ലാതെ, ഈ എർത്തിലി റലത്തിൽ ഇപ്പോൾ ശുശ്രൂഷകരായിട്ടുള്ള ഒരു കവറിങ് ഇല്ലാതെ നമ്മൾ ആ ശുശ്രൂഷ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മുടെ ശാരീരികമായിട്ടോ നമ്മുടെ ജീവിതങ്ങളിലോ വ്യത്യസ്ത രീതിയിൽ നമുക്ക് റീറ്റാലിയേഷൻസ് ഉണ്ടാകാം. 100% അത് ശരിയാണ്. ആത്മീയ യുദ്ധത്തിൽ സംഭവിക്കുന്ന തിരിച്ചടികൾ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഓർക്കുകയാണ്. അദ്ദേഹം ഒരു പ്രാവശ്യം ഒരു ബ്രദറിന് വേണ്ടി ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ ആ ബ്രദറിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഹീ ഈസ് ഫുള്ളി അഡിക്റ്റഡ് ടു പോണോഗ്രഫി, മാസ്റ്റർബേഷൻ ആൻഡ് സെക്ഷുവൽ സീൻസ്. അപ്പം എൻ്റെ ഈ ഫ്രണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് ഭയങ്കര പോണോഗ്രഫി കാണാനുള്ള ടെംപ്റ്റേഷൻ ആകുവാണ്. അതിന് കാര്യം എന്താണ്? ദേഴ്സ് എ റീറ്റാലിയേഷൻ. വേറൊരു സഹോദരൻ ഇതുപോലെ ഒരു കപ്പിളിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കപ്പിൾ ഭയങ്കര മാരേജ് ഇഷ്യൂസിലേക്ക് കടന്നു പോവുകയാണ്. അവർ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. അപ്പം എന്തൊരു പ്രോപ്പർ കവറിങ് ഇല്ലാതെ നമ്മൾ ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കും, വാർഫെയർ ചെയ്യുകയാണ്. വാർഫെയർ ചെയ്യുന്ന സമയത്ത് ആ കപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം വീട്ടിൽ വന്ന സമയം തൊട്ട് അദ്ദേഹവും ഭാര്യയും തമ്മിൽ ഭയങ്കര അടിയാണ്, ഭയങ്കര വഴക്കാണ്. എന്താണ്? ദേർസ് എ റീറ്റാലിയേഷൻ. ഒരു വാർഫെയർ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത അധികാരത്തിലും ശക്തിയിലുമുള്ള ശക്തികളോടാണ് നമ്മൾ നേരിടുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലേ, പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, സ്പിരിച്വൽ ഹോസ്റ്റ് ഓഫ് വിക്കറ്റ്നെസ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. ഇതൊന്നും പറയുന്നത് സാധാരണ ബീയിങ്സ് അല്ല. ദേ ആർ വെരി ഹ്യൂജ് ആൻഡ് ദേ എക്സ്ട്രീംലി പവർഫുൾ. അപ്പോൾ അതിനെ നേരിടാനുള്ള റാങ്ക്, അതിനെ നേരിടാനുള്ള ആത്മീയ ആയുധങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ കവറിങ് ഇല്ലാതെ അങ്ങനത്തെ ശുശ്രൂഷകൾ ഒരിക്കലും അഡ്വൈസബിൾ അല്ല. അനേകം പേര് അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ചെയ്തിട്ടാണ് പിന്നീട് ആക്സിഡൻറ്റും ക്യാൻസറും അതൊക്കെ ആയിട്ട് വന്ന് മരിച്ചു പോകുന്നതിനൊക്കെ പല കാരണങ്ങൾ. ഓക്കെ, സോ പ്രേയിങ് ഫോർ അതേഴ്സ് വിത്തൗട്ട് എ കവറിങ്, അതങ്ങനെ കവറിങ് ഇല്ലാതെ ചെയ്താൽ ഒരു ഇവിൾ ലോഡ്, ഒരു സൈറ്റനിക് ബേർഡൻ നമ്മിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ആത്മീയ ആയുധങ്ങൾ ധരിക്കണം, പരിശുദ്ധാത്മ അഭിഷേകത്തിൽ കവർ ചെയ്യണം, യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടണം. അതിനുശേഷം നമ്മൾ പ്രാർത്ഥന വാർഫെയർ പ്രേയറിലേക്ക് ചെയ്യണം. ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് എഫെസ്യർ 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, സത്യം അരക്കി കെട്ടി, നീതിയുടെ കവചം ധരിച്ച്, രക്ഷയുടെ ശിരസ്ത്രം അണിഞ്ഞ്, മൂർച്ചേറിയ വാൾ, ദൈവത്തിൻ്റെ വചനമെന്ന വാൾ വായിലെടുത്തുകൊണ്ട്, സുവിശേഷത്തിൻ്റെ ചെരുപ്പ് അണിഞ്ഞുകൊണ്ട് വേണം ഒരു യുദ്ധകളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഭടൻ ആയിരിക്കേണ്ടത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു ജനമായിരിക്കണം യുദ്ധത്തിൽ ഏർപ്പെടുന്നവർ. ഇവിടെയാണ് വിശുദ്ധിയുടെ അല്ലെങ്കിൽ വേർപാടിൻ്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. വിശുദ്ധി കൂടാതെ പൈശാചിക ശക്തിയോട് നമുക്ക് പോരാടുവാൻ കഴിയത്തില്ല. കാരണം അശുദ്ധിയുള്ളവരുടെ ജീവിതത്തിലേക്ക് പൈശാചിക ശക്തികൾക്ക് കയറി വന്നും ആധിപത്യം സ്ഥാപിക്കുവാനുള്ള വാതിലുകൾ നമ്മൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധിയും വേർപാടും അതിൻ്റെ കൂടെ നിശ്ചയമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇച്ചിരി എളുപ്പമാണ്. കാരണം ഒരുവൻ്റെ കണ്ണുനീര് കാണുമ്പോൾ ദൈവം അവനോട് മനസ്സിലായിരുന്നു. അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിച്ചു. അതെ, അബ്രഹാമിൻ്റെ പ്രാർത്ഥന, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ നീതി, അബ്രഹാമിൻ്റെ കണ്ണുനീരൊക്കെ കണ്ട് ദൈവം അബ്രഹാമിൻ്റെ മനസ്സിൽ ലോത്തിനെ വിടുവിച്ചു എന്നാണ് വചനം പറയുന്നത്. അതുപോലെ തന്നെ മോശ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്നും ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ മോശയോട് ദൈവം പറയുമ്പോൾ പറയുന്നു, ഇല്ല, ആ ജനത്തെ വിടുവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ കൊന്നു കളയണമെന്ന് പറഞ്ഞുകൊണ്ട് മോശ ഇടിവിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മോശയുടെ കണ്ണുനീർ, മോശയുടെ പക്ഷപാതമാണ് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇച്ചിരി എളുപ്പമായ കാര്യമാണ്. അവിടെ കണ്ണുനീരിനാണ് കൂടുതൽ പ്രാധാന്യം ദൈവം കൽപ്പിക്കുന്നത്. എന്നാൽ
യുദ്ധകളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സകല രീതിയിലും, ഒന്നാമത് എഫെസ്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് സകലതൊന്നും ധരിക്കണം. അതുപോലെ തന്നെ ബ്രദർ ജിയോ പറയുന്ന പോലെ അതിനനുസരിച്ചുള്ള റാങ്കുകൾ നമുക്കുണ്ടായിരിക്കണം. നമ്മളോട് നിന്ന് പോരാടുന്ന ശത്രു ഏതാണോ, അതിൻ്റെ ശക്തി ഏതാണോ, അതിൻ്റെ പദവി എങ്ങനെയാണോ, ആ പദവിക്കനുസരിച്ചുള്ള റാങ്ക് നമ്മൾ അഭിഷേകത്തിലൂടെ ആത്മാവിൽ സംഭരിച്ചെടുക്കണം, നേടിയെടുക്കണം. എന്നിട്ട് മാത്രമേ പൈശാചിക ശക്തിയോട് നമുക്ക് പോരാടുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിലേക്ക് പല അനർത്ഥങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ജീവിതം പരാജയപ്പെട്ട് നിത്യജീവനെ പോലും നശിപ്പിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ പിന്മാറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇതൊക്കെ കേട്ട് നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ വലിയവൻ. എന്നാൽ ഈ യേശുവിനെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രാധാന്യമായിരിക്കുന്നത്. അങ്ങനെ ആ ദൈവത്തെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ദൈവം കാര്യസ്ഥനായി ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഒപ്പമുണ്ടോ എന്ന് എപ്പോഴും ഒരു സെർച്ച് ചെയ്ത് അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ടോ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവ് വളർന്നു വരുവാൻ നമ്മൾ സമ്മതിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ സകലതും സാധ്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ജയമുണ്ട്. യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ മറുഭാഗത്ത് യുദ്ധം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തുണയായി തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് സമീപേ നമ്മുടെ ഹൃദയത്തിലോ വായിൽ ദൈവം നിറച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിലേക്ക്, പദവിയിലേക്ക് ഉയർന്നു വന്ന് ശത്രുസൈന്യങ്ങളെ ഇല്ലാതെയാക്കി ജീവിതത്തിൽ ജയം നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം കർത്തവ്യമാണ്.